ഇത് നമ്മുടെ വൈകിട്ടത്തെ ചെറുമീൻ. ഒരു കിലോ. ആ ഫിഷ് ഓൺ, ഫിഷ് ഓൺ, ഫിഷ് ഓൺ. മറിക്ക് മറിക്ക്. നമ്മുടെ ഫ്രോഗ് കണ്ടു അടിക്ക് ഇങ്ങി വരെ. ഫിഷ് ഓൺ. സാധനം ഒരു 1/4 കിലോ ഉണ്ട്, 1/4 കിലോ ഉണ്ട് കേട്ടോ. ഇതൊക്കെ നമുക്ക് എടുക്കാമെന്ന പരിപാടി, ഒന്നും കളയണ്ട. ഹലോ മച്ചന്മാരെ, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ വൈകിട്ടൊന്ന് ഫിഷിങ്ങിന് വേണ്ടി ഇറങ്ങിയിരിക്കുകയാണ്. നമുക്ക് കഴിഞ്ഞ ദിവസം ചെറുമീൻ കിട്ടിയ നമ്മുടെ അതേ സ്പോട്ടിലാണ് നമ്മൾ വന്നിരിക്കുന്നത്. അപ്പം വൈകുന്നേരത്തെ ഫിഷിംഗ് ആണ്. ചെറിയ തോതിൽ വരാലൊക്കെ, ഞൊട്ട വരാലൊക്കെ കിടന്ന് മറിയുന്നുണ്ട്. സമയം 5 മണി കഴിഞ്ഞേ ഉള്ളൂ. അപ്പം നമുക്ക് ഫിഷിംഗ് സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ വീട്ടിൽ തിന്നാം, അപ്പോൾ ഞാൻ എടുക്കാൻ നോക്കി. നല്ല ഏത്തയ്ക്ക, നല്ല അത്യാവശ്യം നല്ല പഴുത്ത ഏത്തയ്ക്ക. അപ്പോൾ നല്ല കച്ചവടമുള്ള കട കേട്ടോ അത്. നല്ലതാന്ന് ഇങ്ങനെ എനിക്ക് തോന്നുന്നു കേട്ടോ അവിടുത്തെ. വരാനും കണ്ട കണ്ടേ. ചെറുവിനൊക്കെ അടിക്കേണ്ടതാ പരിസ്ഥിതി. ഇതൊക്കെ ചേറാനൊക്കെ പൊട്ടേണ്ടതാന്ന്. ചിലപ്പോഴേ എടുക്കത്തുള്ളൂ. ഫിഷ് ഓൺ, ഫിഷ് ഓൺ. ചെറുമീൻ ചെറുക്കെടുത്താൽ മതിയോ? പതുക്കെ തന്നെ എടുക്കുന്നത്. അയ്യോ മറിക്ക് മറിക്ക്. പോലെ പോലെ. അപ്പം ഇത് ഹുക്ക് ഇതെടുത്തേ. ഫ്ലെയർ 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 ഇത് നമ്മുടെ വൈകിട്ടത്തെ ചെറുമീൻ. 1 കിലോ സൈസ് ഉണ്ട്. 1 കിലോ പ്ലസ് ഉണ്ട്. 1 കിലോ പ്ലസ്. 1 കിലോ താഴെ പോകത്തില്ല. നമ്മൾ എടുത്തോ. 1 കിലോ പ്ലസ് ഉണ്ട്. ഇത് ഫ്രോഗ് കണ്ടു അടിച്ച് അകത്ത് കയറ്റിട്ടുണ്ട്. അടിച്ചകത്ത് നമ്മുടെ ഫിൻഡറാന്ന് തോന്നുന്നു. ഫിൻഡർ റിയൽ വാരിയൻ്റെ ആണെന്ന് തോന്നുന്നു. ഫിൻഡർ എന്ന് പറഞ്ഞാൽ ഫ്രോഗ് അതാണെന്ന് തോന്നുന്നു. ഞാൻ ഫ്രോഗ് ഞാൻ കാണിക്കാം, എടുത്തിട്ട് കാണിക്കാം. അപ്പോൾ ഇവനെ ഞാൻ ഒന്ന് ഫ്രോഗ് എടുക്കട്ടെ കേട്ടോ. റിയൽ വാരിയൻ്റെ അല്ലേ കേട്ടോ, നമ്മുടെ ബ്രാവോയുടെ ഫിൻഡർ ബ്രാവോയുടെ ഫിൻഡർ. ഇത് 11 ഗ്രാം 6.5 സെൻറ്റിമീറ്ററുള്ള ബ്രാവോയുടെ ഫിൻഡർ കേട്ടോ. റിയൽ വാരിയർ അല്ല കേട്ടോ, ബ്രാവോയുടെ നമ്മുടെ ഫിൻഡർ. ഇതാണ് സാധനം കണ്ടോ. ഡബിൾ സ്പിന്നർ വരുന്ന ഐറ്റമാണ് കേട്ടോ. അപ്പം നമുക്ക് വൈകുന്നേരമാണ്, രാത്രി ആകാറായി അപ്പോഴാണ് അടിച്ചത്. അപ്പോൾ ഗുഡ് മോർണിംഗ്. അപ്പം നമ്മൾ നെക്സ്റ്റ് ഡേ രാവിലെ നമ്മൾ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇന്നലെ വൈകിട്ട് ഒരു 1.5 കിലോയുടെ ചെറുമീൻ ഉണ്ടായിരുന്നു. ആ ഒരു മീൻ മാത്രമേ നമുക്ക് കിട്ടിയുള്ളൂ. വേറെ സ്ട്രൈക്കുകളോ കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പം നമ്മൾ രാവിലെ 6 മണി കഴിഞ്ഞു നമ്മുടെ വേറൊരു സ്പോട്ടിലൂടെ നമ്മൾ വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് ഇന്ന് ഇവിടെ നിന്ന് എന്തെങ്കിലും വരാലോ എന്തെങ്കിലുമൊക്കെ കിട്ടുമോ നോക്കാം. വരാലാണ് ഇവിടെ നിന്ന് കിട്ടാൻ സാധ്യത ചെയ്തത്. ചെറുമീനൊന്നും ഇവിടെ ഒട്ടുമില്ല. അപ്പം വരാലോ എല്ലാം കിട്ടുമോ നമുക്ക് നോക്കാം. അപ്പം നമുക്ക് നേരെ സ്റ്റാർട്ട് ചെയ്തേക്കാം. നമുക്ക് മുകളിൽ നിന്ന് വലിയ കാര്യമായിട്ട് സ്ട്രൈക്കോ കാര്യങ്ങളൊന്നുമില്ല. നമുക്ക് താഴോട്ട് ആ ഒരു ഏരിയയിലോട്ട് നമുക്ക് പോകാം. അങ്ങോട്ടൊന്ന് പോയി നോക്കാം എന്തെങ്കിലും വല്ലതും കിട്ടുമോ. മുകളിൽ നിന്ന് ആക്ടിവിറ്റീസ് ഉണ്ട്, പക്ഷെ എടുക്കുന്നില്ല. വയം ഒത്തിരി നിൽപ്പുണ്ട്, അതുകൊണ്ടൊക്കെ ആയിരിക്കും കേട്ടോ. ഫിഷ് ഓൺ.
ചെറുതാ. ചെറുത് ആ കുഴപ്പമില്ല. നമ്മുടെ രാവിലത്തെ വരാല് ചെറുതാ കേട്ടോ. ചെറുതാണെന്നാലും നമുക്ക് എടുക്കാൻ പറ്റിയ പരുവ ഇതൊക്കെ കേട്ടോ. കോട്ടയാത്ര കണ്ടോ, എടുക്കാൻ പറ്റിയ പരുവ ഇതൊക്കെ. ഒരു 1/4 കിലോ വേണം, 1/4 കിലോ. അപ്പോൾ നമുക്കിതിനെ കൊല്ലിയിലോട്ട് മാറ്റാം. നമ്മുടെ ഫ്രോഗ് കണ്ടു അടിക്ക് ഇങ്ങി വരെ വള്ളിയൊക്കെ പാറിച്ചാണ്. എന്തായാലും ഒരെണ്ണം കിട്ടിയില്ല. നമുക്ക് മിസ്സാകുന്നതാണ് ഏറ്റവും വലിയ വിഷമം. അടിച്ച് പകുതി ആകുമ്പോഴൊക്കെ ചില സമയത്തൊക്കെ ഇവിടെ പോച്ച ആയതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് മിസ്സിങ് വരും. എന്നാലും ഒരെണ്ണം കിട്ടിയതുകൊണ്ട് ഐ ആം വെരി ഹാപ്പി. അപ്പം നമുക്ക് കാസ്റ്റിംഗ് നമുക്കിപ്പം തുടരാം. ഷോൺ ഉണ്ട്. കുഴപ്പമില്ല. അകത്ത് കയറി ഇടങ്ങി എൻ്റെ സിട്ടില്ലായിരുന്നെങ്കിൽ വലിച്ച്. നമ്മുടെ ഇന്ന അവസ്ഥ രണ്ടാമത്തെ വരാല്. നമുക്ക് ആദ്യം കിട്ടിയതിനേക്കാൾ ഒരു സ്വല്പം വലുതായിട്ട്, സ്വല്പം, ഒരുപാട് വലുതൊന്നുമല്ല. ഭയങ്കര ഹുക്കിരിക്കുന്നുണ്ടോ? നമ്മുടെ ഹുക്കിരിക്കുന്ന ഈ ഒരു ഉണ്ടോ, ഈ ഒരു സൈഡ് കയറണം. അയ്യോ, കണ്ണുപോയി. ഓ മൈ ഗോഡ്, കണ്ണുപോയി കേട്ടോ. ഞാൻ രാവിലെ കണ്ണ് കളഞ്ഞു വീണ്ടും. അത് ഞാൻ പോയി മനഃപൂർവ്വം അല്ലല്ലോ. എന്തായാലും നമുക്ക് ഇവനെ എടുക്കാനുള്ളത് ഇത്ര ഉണ്ട് സാധനം. ഒരു 1/4 കിലോ ഉണ്ട് കേട്ടോ. ഇതൊക്കെ നമുക്ക് എടുക്കാമെന്ന പരുവം, ഒന്നും കളയണ്ട. ഇത് നമ്മുടെ സ്കോർപ്പിയോൺ അടിപൊളി ഫ്രോഗില്ല, അടിപൊളി നല്ല ആക്ഷൻ. കാരണം ആക്ഷന് പ്രധാന കാരണം കണ്ടോ, ഈ ഒരു വെട്ട് കണ്ടോ സ്പിന്നറിൻ്റെ, ഇങ്ങനെ വന്നിട്ട് ഇങ്ങനൊരു വെട്ട് ഷേപ്പ്. അതുകൊണ്ടാണ് നല്ല രീതിയിൽ ബുൾബുളാന്ന് സൗണ്ട് ഉണ്ടാക്കുന്നുണ്ട്. അതുകൊണ്ടാണെന്ന് തോന്നുന്നു കേട്ടോ നല്ല രീതിയിൽ നമുക്ക് അടി കിട്ടുന്നത്. ചില ഫ്രോഗുകൾ അതിന് കിട്ടിയിട്ട് അടിയും അധികം കിട്ടുന്നില്ല, പക്ഷേ ഇതിനകത്ത് നല്ല രീതിയിൽ കിട്ടുന്നുണ്ട് കേട്ടോ. ഒന്നാമത്തെ കാര്യം, ഇവിടെ നിന്നൊക്കെ അടിക്കുമ്പോൾ പോകാൻ നല്ല സാധ്യത. ഇത് കണ്ടോ, ഇതിൻ്റെ അടിയെല്ലാം കമ്പെന്ന് വെച്ചാൽ അന്യായ കമ്പ. കഴിഞ്ഞ ദിവസം നമ്മുടെ ഒരു വീഡിയോക്കകത്ത് തന്നെ ഉണ്ട് മീൻ മിസ്സാവുന്ന അവിടുത്തെ ഈ കമ്പയിലൊക്കെ കുരുങ്ങി കഴിഞ്ഞ് ചിലപ്പം നമ്മൾ ഈ വലിക്കുമ്പോൾ ഊരിപ്പാൻ നല്ല സാധ്യത കാണും. നമ്മുടെ ഇന്നത്തെ ഫിഷിങ് നമ്മൾ നിർത്തുവാണ്. നമ്മുടെ ഇന്നത്തെ വീഡിയോ ചെറിയൊരു വീഡിയോ ആയിരുന്നു. നമുക്ക് ഇന്നലെ ഒരു ചെറുമീനും ഇന്ന് 2 വരാൽ, പിന്നെ ഒരു വരാൽ നമുക്ക് മിസ്സായിപ്പോയി. ഇത് കുഞ്ഞു വരാലും കണ്ടപ്പോൾ ആണ്. അപ്പം ടോട്ടൽ ഇത്ര ഉള്ളായിരുന്നു വീഡിയോ, കുഞ്ഞു വീഡിയോ ആണ്. നമ്മുടെ സ്പോട്ടുകളൊക്കെ വളരെ ശോകമായി. വെള്ളമൊക്കെ താഴ്ന്നപ്പോഴത്തേക്ക് മീനിൻ്റെ അടിയൊക്കെ കൊണ്ട് കുറഞ്ഞു, വളരെ ശോകമാണ്. അപ്പം അടുത്ത ദിവസങ്ങളിൽ നമുക്ക് വേറെ പുതിയ സ്പോട്ടുകൾ നമുക്ക് കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്നു. അപ്പം ഏതായാലും നമുക്ക് നോക്കാം. അപ്പം നെക്സ്റ്റ് ഒരു ഫിഷിംഗ് വീഡിയോ കാണുമ്പോൾ എല്ലാ പ്രിയപ്പെട്ട ആംഗ്ലേഴ്സ് മത്സ്യന്മാർക്കും ടാറ്റാ.